അൽഹംദുലില്ലാ നമ്മൾ ഓഫ്ലൈനിലും ഓൺലൈനിലും നമ്മൾ പുതിയ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലാണ് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഐഷമോൾക്ക് എത്ര വയസ്സുണ്ട്? 7 വയസ്സുണ്ട്. മോള് ഖത്തം പൂർത്തിയാക്കിയോ? നമുക്ക് ഒന്ന് വരയിൽ നിന്ന് ഇടയിൽ നിന്നൊന്ന് ഓദിപ്പിച്ച് നോക്കാം. നമുക്ക് ഞാൻ സെന്ററിൽ നിന്ന് ഒരു പേജ് തുറക്കുകയാണ്. قال أراغب أنت عن آلهتي يا إبراهيم 4 വർഷത്തിനുള്ളിൽ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ നമ്മൾ ഒരിക്കൽ പഠിപ്പിക്കുന്നുണ്ട്. 2 വർഷത്തിനുള്ളിൽ തന്നെ നമസ്കാരം നമ്മൾ ഒരിക്കൽ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഖുർആൻ ഖത്തമുൽ ഖുർആൻ നമ്മൾ ഒരിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫിഖ്ഹ്, അസ്മാഉൽ ഹുസ്ന, ഹദീസ്, തർബിയ, മറ്റു വിഷയങ്ങളെല്ലാം തന്നെ അൽഹംദുലില്ലാ നമ്മൾ ഒരിക്കൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനിൽ 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈനിൽ 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കും കേട്ടോ. മികച്ച പബ്ലിക് ഹെൽത്ത് നഴ്സിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് കരസ്ഥമാക്കിയ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ബിന്ദു കുമാരിയെ അനുമോദിച്ചു. മികച്ച പബ്ലിക് ഹെൽത്ത് നഴ്സിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച ബിന്ദു കുമാരിക്ക് ഫോർട്ട് കൊച്ചി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ അനുമോദനം നൽകി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ അഷ്റഫ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷകരമായ ഒരു ചടങ്ങാണിത്. കാരണം അല്ലേ, കൊച്ചി കൊടുത്ത കൊല്ലത്തിട്ടു എന്ന് പറയേണ്ടത് ഒരു പഴഞ്ചൊല്ലാണ്. കൊച്ചി കൊടുത്ത കൊല്ലത്തിട്ടു. നമ്മളെ സേവനത്തിനുള്ള ഒരു അംഗീകാരമാണ് നമ്മൾ ബിന്ദുകുമാരിക്ക് കിട്ടിയത്. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു പബ്ലിക് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു പൊതുരംഗത്ത് അത് നമ്മൾ ആ പബ്ലിക് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ആ ഫീഡ്ബാക്കാണ് ഒരു ആനുകൂല്യമായിട്ട് നമുക്ക് ബിന്ദുകുമാരിക്ക് കിട്ടിയത്. നമ്മൾ ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകൾക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. നമുക്കിനി ദേശീയ തലത്തിലുള്ള അംഗീകാരം വരാനുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ലഭിച്ചു. ക്വാളിറ്റി അക്രഡിറ്റേഷൻ്റെ ദേശീയ തലത്തിൽ നമുക്ക് ബിന്ദു കുമാരിയിലൂടെ സ്ഥാപനത്തിനും കൂടി ലഭിച്ച അംഗീകാരമാണിതെന്ന് ടി കെ അഷ്റഫ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ബിന്ദു കുമാരി സിസ്റ്റർക്ക് ഉപഹാരം സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരി കൈമാറി. ചടങ്ങിൽ ആർഎംഒ ഡോക്ടർ വിനു എം സതീഷ്, ഡോക്ടർ വത്സലകുമാരി, ഡോക്ടർ സ്റ്റെമി, PR അനു അരവിന്ദ്, സലീം KM, NS മറിയാമ്മ KS, ഹേന K കുമാർ, അനി NS, താലൂക്ക് ആശുപത്രി ഫോർട്ട് കൊച്ചി ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പബ്ലിക് ഹെൽത്ത് നഴ്സുമാരിൽ സംസ്ഥാനത്ത് 4 പേർക്ക് മാത്രമാണ് അവാർഡ് ലഭിച്ചത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൽ നിന്നും പബ്ലിക് ഹെൽത്ത് നഴ്സായി പ്രൊമോഷൻ ലഭിച്ച് ബിന്ദുകുമാരി ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഏപ്രിൽ 30 ജോലിയിൽ നിന്നും വിരമിച്ചിരുന്നു. പ്രദീപ് പള്ളുരുത്തിയുടെ ഭാര്യയാണ് ബിന്ദുകുമാരി. ഒരു പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് ഹെൽത്ത് നഴ്സ് GPHമാർക്കും PHN പബ്ലിക് ഹെൽത്ത് നഴ്സിനും കൂടി ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന പബ്ലിക് ഹെൽത്ത് നഴ്സായിട്ടുള്ള ബിന്ദുകുമാരി സിസ്റ്റർക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം 14 ജില്ലകളിലും, അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ PHNമാരുണ്ട്. എല്ലാ ബ്ലോക്ക് തലത്തിലും PHNമാരുണ്ട്, എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ ഇരിക്കുന്ന ആശമാർക്കും എല്ലാ സ്റ്റാഫിനും അറിയാം. എല്ലാ ബ്ലോക്കിലും ഉണ്ട്. 19 ബ്ലോക്കുകളിലും PHNമാരുണ്ട്. അതുകൂടാതെ എല്ലാ FHCകളിലും ഒക്കെ PHNമാരുണ്ട്. അവർക്കൊന്നും കിട്ടാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സ്റ്റാഫിന് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 200-ലധികം PHNമാരുള്ള ഒരു ജില്ലയിൽ നിന്ന്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.